അപ്പോൾ ഇന്ത്യയുടെ ബൗളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിലേ ഈ ODIയിലെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ഈ T20 സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം നമ്മുടെ ഹർഷത് റാണയെ കുറിച്ച് പറഞ്ഞായിരുന്നേ. നമ്മൾ നിതീഷ് കുമാർ റെഡ്ഡിയെ അല്ല, ഹാർദിക് പാണ്ഡ്യനെ പോലെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഓൾറൗണ്ടർ ഹർഷത് റാണേനെയാണ്. എന്നോട് ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഞാൻ ആ വാക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ വേറെ ആരാന്ന് വെച്ചാൽ വളർത്തിക്കും. ഹർഷത് റാണയ്ക്ക് T20 പറ്റും തോന്നുന്നില്ല. ODI വേറെ തന്നെ കളിയാണല്ലോ, സൂര്യകുമാർ യാദവിൻ്റെയൊക്കെ കളിയാണല്ലേ. ODIയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. T20യിൽ ഇത്ര രാജാവായി നിന്ന കാലത്തും നമ്പർ 1 T20 ബാറ്റർ ആയിരുന്ന സമയത്ത് ODI പുള്ളി പരാജയമായി. അപ്പോൾ ODIയിൽ ചിലപ്പം അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടറായിട്ട് ഹർഷത് റാണ വളർന്നു വന്നേക്കാം. പക്ഷേ T20യിൽ അടുപ്പിക്കാൻ കൊള്ളുന്ന ആളാന്ന് തോന്നുന്നില്ല. നമ്മുടെ കഷ്ടകാലത്തിന് അദ്ദേഹം വേൾഡ് കപ്പ് ടീമിലും ഉണ്ട്. ബോളിങ്ങിൽ 4 ഓവർ 54 റൺസ്, വിക്കറ്റൊന്നുമില്ല. പുള്ളിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഹരമായിരുന്നു ബാറ്റ്സ്മാൻമാർക്ക്. അടിച്ച് പരത്തുമായിരുന്നു മറ്റേ സൈഫട്ടൊക്കെ. എല്ലാവരും, സൈഫട്ടൊന്നുമില്ല, എല്ലാവരും. 13.5 എക്കോണമി. ഒരു നല്ല ബോൾ പോലും എറിയുന്നത് ഞാൻ കണ്ടില്ല. സാധാരണ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അറ്റ്ലീസ്റ്റ് ഓപ്പണർ കോൺവേനെ എടുക്കുമായിരുന്നു. കോൺവേനെ 3 ODI മത്സരത്തിലും എടുത്തു, 3 T20യിലും എടുത്തു. 6 വർഷമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇന്നൊന്നുമില്ല. ഇന്നും ആരും എടുക്കാനും പറ്റില്ല, പൊരിഞ്ഞ് അടിയുമായിരുന്നു. ബാറ്റിങ്ങിൽ വന്നപ്പോഴും നിങ്ങൾ കണ്ടല്ലോ, തപ്പിത്തടഞ്ഞ് ഒരു ടൈമിംഗ് ഒന്നും കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞതേ, ഞാൻ ആ പ്രസ്താവന പിൻവലിച്ചു. T20യിൽ അദ്ദേഹം ഒരു മികച്ച ഓൾറൗണ്ടറായി വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഇതുപോലത്തെ അവസരങ്ങളിലല്ലേ ഉയർത്തെഴുന്നേൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരാൾ അയാളുടെ കഴിവ് പുറപ്പെടുവിക്കേണ്ടത്. അതുണ്ടായില്ല. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ.